കെ സർക്കാരിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് മുൻ മുഖ്യമന്ത്രി കൂടിയായ കെ സ്റ്റാലിൻ രംഗത്ത്. ഉദയനിധിയുടെ അറസ്റ്റ് രാഷ്ട്രീയ പകപോക്കലാണോ, കാവേരി വിഷയം മറയ്ക്കാനുള്ള നീക്കമാണ് ഇവിടെ നടക്കുന്നതെന്നും ആരോപണം. എന്നാൽ സനാതന ധർമ്മത്തെ പറഞ്ഞപ്പോൾ പോലും ഒരു ചെറുവിരൽ അനക്കാത്തവരാണ് ഇപ്പോൾ ഉദയനിധി സ്റ്റാലിനെ പിന്തുണച്ചുകൊണ്ടും രംഗത്ത് വരുന്നത്. മാത്രമല്ല, വിജയ് സർക്കാരിനെതിരെ കൊടി പിടിച്ച് പ്രതിഷേധിക്കാനാണ് ഇവർ ഇപ്പോൾ വലിയ രീതിയിൽ രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത് എന്നതാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. നടി തൃഷയ്ക്കെതിരെ വിവാദ പരാമർശ കേസിൽ DMK നേതാവും പ്രതിപക്ഷ നേതാവുമായ ഉദയനിധി സ്റ്റാലിനെ അറസ്റ്റ് ചെയ്ത നടപടിക്കെതിരെ തന്നെ ഇവിടെ വലിയ രീതിയിൽ DMKയുടെ നേതാവും അതേപോലെ തന്നെ മുൻ മുഖ്യമന്ത്രി കൂടിയായിരുന്ന കെ സ്റ്റാലിൻ രംഗത്ത് വന്നിരിക്കുന്നത്. കാവേരി നദീജല വിഷയത്തിൽ സർക്കാരിനെതിരെ ഉയർന്ന പ്രതിഷേധം അവിടെ വഴിതിരിച്ചുവിടാനാണ് DVK സർക്കാർ അറസ്റ്റ് രാഷ്ട്രീയ ആയുധമാക്കിയത് എന്നതാണ് സ്റ്റാലിന്റെ ആരോപണം. അഹങ്കാരം വിനാശത്തിന് വഴിയൊരുക്കും, അതിന് കവിഞ്ഞ അഹങ്കാരം വിനാശം വേഗത്തിലാക്കും എന്ന വാക്കുകളോടെയാണ് കെ സ്റ്റാലിൻ തന്റെ എക്സിലൂടെ തന്നെ ഇപ്പോൾ വിജയ്ക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട്, മുഖ്യമന്ത്രി വിജയ്ക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. കാവേരി ജലവിഷയത്തിൽ തമിഴ്നാടിന്റെ അവകാശങ്ങൾ അവിടെ സംരക്ഷിക്കുന്നതിലും അതേപോലെ തന്നെ മേഘദാടു അണക്കെട്ട് ആ പദ്ധതി അവിടെ തടയുന്നതിലും സർക്കാർ പരാജയപ്പെട്ടെന്ന് ആരോപിച്ചാണ് തഞ്ചാവൂരിൽ DMK പ്രതിഷേധം സംഘടിപ്പിച്ചതെന്നാണ് പറയുന്നത്. ആ പ്രതിഷേധത്തിൽ പാർട്ടി പ്രവർത്തകരും കർഷകരും സാധാരണ ജനങ്ങളും ഇവിടെ പങ്കെടുത്തുകൊണ്ട് സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു എന്നതാണ് സ്റ്റാലിൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. പ്രതിഷേധത്തിനിടെ തന്നെ ഉദയനിധി സ്റ്റാലിൻ കാവേരി വിഷയത്തിലും കർഷകരുടെ പ്രശ്നങ്ങളിലും സർക്കാരിന്റെ നിലപാട് രൂക്ഷമായി തന്നെ വിമർശിച്ചതായും അദ്ദേഹം ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഈ വിമർശനങ്ങൾക്ക് രാഷ്ട്രീയമായി തന്നെ മറുപടി നൽകാൻ കഴിയാതിരുന്ന സാഹചര്യത്തിലാണ് വിവാദ പരാമർശ കേസ് ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഉദയനിധിയെ അറസ്റ്റ് ചെയ്തതും ജനശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണ് ഇവിടെ സർക്കാർ നടത്തുന്നതെന്നും കെ സ്റ്റാലിൻ ആരോപണം ഉന്നയിച്ചു. മാത്രമല്ല, TVK സർക്കാരിന്റെ നടപടിയെ ഇവിടെ വലിയ ഫാസിസ്റ്റ് പ്രവണതയെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് സ്റ്റാലിൻ ആകട്ടെ ഹൈക്കോടതിയുടെ ഇടപെടലും ഉദയനിധിക്കുള്ള നിയമപരമായ ആശ്വാസവും സർക്കാരിന് ലഭിച്ച ശക്തമായ തിരിച്ചടിയാണ് എന്നും അവകാശപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. അതേസമയം തൃശയ്ക്കെതിരായ പരാമർശവുമായി ബന്ധപ്പെട്ട കേസ് രാഷ്ട്രീയ തമിഴ്നാട്ടിൽ കൂടുതൽ ചൂടുപിടിക്കുകയാണ്. ഒരു ഭാഗത്ത് നിയമ നടപടി പുരോഗമിക്കുമ്പോൾ മറുവശത്ത് ഇത് രാഷ്ട്രീയ പ്രതികരണമാണോ എന്ന ആരോപണവുമായി തന്നെ ഇവിടെ DMK രംഗത്തെത്തിയതോടുകൂടി തന്നെ സർക്കാർ വലിയ രീതിയിൽ സർക്കാരും പ്രതിപക്ഷവും തമ്മിലുള്ള പോര് കൂടുതൽ രൂക്ഷമാവുന്ന സാഹചര്യമാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ചോദ്യം ചെയ്യുക മാത്രമാണ് ലക്ഷ്യമെങ്കിൽ എന്തിനാണ് ഉദയനിധിയെ തഞ്ചാവൂരിലേക്ക് കൊണ്ടുപോയതെന്നും സ്റ്റാലിൻ ചോദിക്കുന്നുണ്ട്. കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസിന് ഉദ്ദേശമില്ല എങ്കിൽ പിന്നെ എന്തിനാണ് നിരവധി വകുപ്പുകൾ ചുമത്തിയത്? ഉദയനിധിയെ മോചിപ്പിക്കാൻ മദ്രാസ് ഹൈക്കോടതി നൽകിയ ഉത്തരവ് സർക്കാരിന്റെ നടപടികൾക്കുള്ള ശക്തമായ മറുപടിയാണ് എന്നതാണ് ഇവിടെ സ്റ്റാലിൻ വ്യക്തമാക്കിയിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.